നാളെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന്റെ വിജയം ഉറപ്പാണ്. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. വോട്ട് നില നമുക്കൊന്ന് പരിശോധിക്കാം. ലോക്സഭയിലും രാജ്യസഭയിലുമായി ആകെ 781 അംഗങ്ങളാണ് ഇപ്പോഴുള്ളത്. ഇതിലെല്ലാ വോട്ടും പോൾ ചെയ്താൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന് 423 വോട്ട് ലഭിക്കും. ആം ആദ്മി പാർട്ടി കൂടി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിക്ക് 322 വോട്ടും ലഭിക്കും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ തുടങ്ങി. 12 എംപിമാരൊഴികെ എല്ലാവരും വോട്ട് ചെയ്തെന്നാണ് വിവരം. പ്രതിപക്ഷത്തെ 315 എംപിമാരും വോട്ട് രേഖപ്പെടുത്തി. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പുരോഗമിക്കണം. വോട്ട് രേഖപ്പെടുത്തി. എന്താണ് ഇപ്പോൾ പ്രതീക്ഷ? ഇതൊരു രാഷ്ട്രീയ ആശയ പോരാട്ടമാണ്. ഇത് കേവലം ഒരു സ്ഥാനത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിന് അപ്പുറത്ത് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയും രക്ഷപ്പെടുത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പുഷും പുള്ളല്ലേ അവന്റെ പണി. തള്ളേ. ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഭരണഘടനാ സ്ഥാനത്ത് നിന്ന് ഒരു വ്യക്തിയെ പുറത്താക്കി എങ്ങനെയാണ് ഈ സർക്കാർ ഒരു ഭരണഘടനാ സ്ഥാപനത്തോട് പെരുമാറുന്നതെന്ന് ലോകത്തിന് മുമ്പാകെ വെളിവാക്കപ്പെട്ടു. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. ഒരു ക്രോസ് വോട്ടിംഗിന്റെ സാധ്യത അത്തരത്തിലുള്ള BJP കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിന് വോട്ട് ചോരും അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ സാധ്യത കാണുന്നു. മലയാളമല്ലേ? അതെ, മനസ്സിലായി. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇക്കുറി ഇന്ത്യ ചേരിയിലെ പാർട്ടികൾ മാത്രമല്ല, പ്രതിപക്ഷ നിരയിലെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടോടെ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. CP രാധാകൃഷ്ണൻ NDA സ്ഥാനാർത്ഥി പുതിയ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് 452 വോട്ടുകൾ നേടിയാണ് വിജയിച്ചിരിക്കുന്നത്. 300 വോട്ടുകളാണ് എതിർ സ്ഥാനാർത്ഥി ഇന്ത്യ സഖ്യത്തിന്റെ സുദർശൻ റെഡ്ഡി നേടിയിരിക്കുന്നത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ക്രോസ് വോട്ടിംഗ് നടന്നിരിക്കുന്നു. NDA സഖ്യത്തിന് അധിക വോട്ടുകൾ ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. NDAക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച കണക്കുകൾ അനുസരിച്ച് 436 വോട്ടുകളാണ് CP രാധാകൃഷ്ണന് ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ CP രാധാകൃഷ്ണന് 452 വോട്ടുകൾ ലഭിച്ചിരിക്കുന്നു. 16 വോട്ടുകളാണ് CP രാധാകൃഷ്ണന് അധികമായി ലഭിച്ചിരിക്കുന്നത്. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അതായത് 24 വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ചോർന്നിരിക്കുന്നു. 15 വോട്ടുകളാണ് അസാധുവായത്. അങ്ങനെ അസാധുവായ വോട്ടുകൾ ഒഴിച്ചു നിർത്തിയാൽ പോലും ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ലോക്സഭയിലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വോട്ട് ചോരി എന്നുള്ള ഒരു ബോംബ് പൊട്ടിച്ചത്. രാഹുൽ ഗാന്ധി നിയമപരമായി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകുകയോ അതല്ല എങ്കിൽ കോടതിയെ സമീപിക്കുകയോ ഒക്കെ ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിയമപരമായിട്ട് അദ്ദേഹത്തിനൊരു ബാധ്യത കൂടി ഉണ്ടാകും എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അതിന് തയ്യാറായില്ല. കേസായി ഞാൻ കൊടുക്കില്ലേ, ചാണ്ടിച്ചായം കൊടുക്കില്ലേ, ഈ ജോസ് കൊടുക്കില്ലേ. എന്തായാലും ഈ ആരോപണം അത്ര വിജയിച്ചില്ല എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് കൃത്യമായ ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലടക്കമുള്ള കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും ഒന്നിലധികം സ്ഥലത്ത് വോട്ടുണ്ട് എന്നുള്ളതിൻ്റെ രേഖാമൂലമുള്ള പല തെളിവുകളും പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വോട്ട് ചോരിയെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അനുകൂലിക്കുന്നതിന് കോൺഗ്രസുകാർക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി ഒരു ഹൈഡ്രജൻ ബോംബ് വരും എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷേ ദിവസം ഇത്രയുമായിട്ടും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് തൻ്റെ മുഖം പോലും പുറത്ത് കാണിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ ഹൈഡ്രജൻ ബോംബ് പൊട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ അങ്ങനെയുള്ള ഒരു ബോംബ് പൊട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരുന്നത്. നമുക്കറിയാം ശ്രീ ജഗദീപ് ധൻകർ അദ്ദേഹത്തിൻ്റെ 2 വർഷത്തെ കാലാവധി ബാക്കിയിരിക്കെയാണ് രാജിവെച്ചു പോകുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. രാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. BJPയുടെ സ്ഥാനാർത്ഥിയുണ്ട്, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ട്. അതിൽ BJPയുടെ സ്ഥാനാർത്ഥി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജയിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളുടെ എല്ലാ വോട്ടും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർന്നതിന്റെ ഞെട്ടലിൽ ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിൽ നിന്നടക്കം വോട്ട് ചോർന്നുവെന്നാണ് നിഗമനം. പ്രതീക്ഷിച്ചതിനേക്കാൾ 13 വോട്ടുകൾ അധികം നേടിയാണ് CP രാധാകൃഷ്ണൻ രാജ്യത്തിന്റെ 15ാം ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അവിടെ ഒരു വോട്ട് ചോരി നടന്നിട്ടുണ്ട്
എന്നുള്ളതാണ് വസ്തുത. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഹാജരായിരുന്ന മൊത്തം അംഗങ്ങളുടെ എണ്ണം നോക്കിയാൽ അത് 767 ആണ്. അതിൽ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 452 വോട്ടുകളും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 300 വോട്ടുകളുമായിരുന്നു. സംവിധാനം ജോഷിയല്ല ചതിച്ചാണ്. കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുന്ന് എന്റെ ആചാരം എന്നോട് പറയുമായിരുന്നു ആചാരെ. പക്ഷേ ഇതിന്റെ തമാശ എന്താണെന്ന് വെച്ചാൽ 452 വോട്ടുകൾ BJPക്ക് കിട്ടിയിരുന്നുവെങ്കിലും ലോക്സഭയിലും രാജ്യസഭയിലുമുള്ള NDA മുന്നണി, അതായത് BJPയും അവരുടെ സഖ്യകക്ഷികളും ചേർത്ത് അവരുടെ 427 അംഗങ്ങളാണ് ഹാജരായിരുന്നത്. അപ്പോൾ 427 അധികം 25 ആണ് 452. അപ്പോൾ അടുത്ത അഡീഷണൽ ആയിട്ടുള്ള 25 വോട്ടുകൾ അവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാർത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ഇതേപോലെ കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായി രാജ്യസഭയിലും ലോക്സഭയിലും കൂടി മൊത്തത്തിൽ ഹാജരായിരുന്നത് 315 MPമാരാണ്. അപ്പോൾ അതിൽ നിന്നാണ് അവർക്ക് 300 വോട്ട് കിട്ടിയിരിക്കുന്നത്. 15 വോട്ടുകൾ അസാധുവാണ്. ഇങ്ങനെ വിട്ടിയാക്കുന്നതിലും ഭേദം കൊല്ലായിരുന്നില്ലേ? ഈ 15 വോട്ടുകളും ഈ കോൺഗ്രസ് സഖ്യത്തിന്റെ വോട്ടുകളാണ് അസാധുവായത് എന്ന് കരുതുക. അങ്ങനെ ആകെയുള്ള 15 അസാധു വോട്ടുകളെ മൊത്തത്തിലുള്ള കോൺഗ്രസിന്റെ MPമാരുടെ 315 വോട്ടിൽ നിന്ന് കുറച്ചാൽ ബാക്കി 300 വോട്ടുകളും കൃത്യമായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ BJPയുടെ 427 എങ്ങനെയാണ് 452 എത്തിയത് എന്നതിനെ കുറിച്ച് കൂടി നമ്മൾ പരിശോധിക്കണം. എന്താ ഉറക്കം വരുന്നു? BJPയോട് പല കാര്യങ്ങളിലും ഇതേപോലെ പ്രത്യേകിച്ച് രാജ്യസഭയിലൊക്കെ തന്നെ വലിയ പിന്തുണ നൽകിയിട്ടുള്ള ഒരു പാർട്ടിയാണ് YSR കോൺഗ്രസ്. അവർക്ക് ഇരു സഭകളിലുമായി 11 MPമാരാണ്. അപ്പോൾ ഈ 11 പേരും BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ NDAയുടെ മൊത്തം വോട്ടും അവിടെ ഉണ്ടെങ്കിൽ 427 അധികം 11 സമം 438 വോട്ടുകളാണ് അവർക്ക് കിട്ടേണ്ടത്. പക്ഷെ അപ്പോഴും അവർക്ക് കിട്ടിയിരിക്കുന്നത് 452 വോട്ടാകുമ്പോൾ വീണ്ടും ഒരു 14 വോട്ടിന്റെ വ്യത്യാസമുണ്ട്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ, പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. ഇനി അവിടെയുള്ള സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാർ, ഈ രണ്ട് മുന്നണികളിലും ഭാഗമല്ലാത്ത ആൾക്കാർ, ഇങ്ങനെയുള്ള MPമാരുടെ എണ്ണം നോക്കിയാൽ അതിൽ ഹാജരായിരിക്കുന്ന 11 പേർ വേറെയുണ്ട്. ഇനി ഈ 11 പേരും സപ്പോസ് BJP സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 438 അധികം 11 സമം 449 വോട്ടുകളാണ് BJP സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടത്. പക്ഷെ അപ്പോഴും അവർക്ക് കിട്ടിയിരിക്കുന്നത് 452 ആണ്. അതായത് 3 വോട്ടുകൾ അവർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ആകെ ഉണ്ടായിരുന്ന 15 അസാധു വോട്ടുകൾ മൊത്തത്തിൽ കോൺഗ്രസ് സഖ്യത്തിന്റെ വോട്ടുകളാണ് എന്ന് തന്നെ പരിഗണിച്ചാൽ പോലും YSR കോൺഗ്രസും മറ്റ് സ്വതന്ത്രരും ഇരുമുന്നണികളിലും അല്ലാത്ത MPമാരും എല്ലാവരും BJP സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ പോലും ഒരു 3 വോട്ട് അഡീഷണൽ ആയിട്ട് അവിടെ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ശ്രീ രാഹുൽ ഗാന്ധി ഇത്രയും കാലം ഇവിടെ വോട്ട് ചോരിയെപ്പറ്റി പറഞ്ഞു നടക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഉചിതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നു. അവർക്ക് വേണ്ടി ക്യാമ്പയിനും കാര്യങ്ങളും നടത്തുന്നു. പക്ഷേ അതിലൊന്നും തന്നെ വിശ്വാസമില്ലാത്ത ആരൊക്കെയോ, ഏറ്റവും ചുരുങ്ങിയത് 3 പേർ, അവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അനുകൂലിക്കുന്നില്ല. പകരം തികഞ്ഞ RSSകാരനായിട്ടുള്ള ശ്രീ CP രാധാകൃഷ്ണനെയാണ് അവർ പിന്തുണയ്ക്കുന്നത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.